വെളിച്ചമെന്ന സംവാദ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ ആണ്. ഇന്ത്യയിലും വിദേശത്തുമായി 37ഓളം ജ്വല്ലറികൾ നടത്തുന്ന അവയുടെ ഉടമയാണ് ശ്രീ ബോബി. എന്നാൽ അദ്ദേഹം അതിനേക്കാൾ കൂടുതലായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ പ്രവാചകനായിട്ടാണ്. തൻ്റെ വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 85% സാധു സേവനത്തിനായി ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ശ്രീ ബോബിയെ വളരെ സ്നേഹപൂർവ്വം ഈ സംവാദ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ഇൻ്റർനെറ്റിലൂടെ കടന്നുപോയി ബോബിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി 812 കിലോമീറ്റർ ഓടിയ റെക്കോർഡുണ്ട്. ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായി 37 സ്വർണ്ണ വ്യാപാര കടകളുണ്ട്. എങ്കിലും അതിനേക്കാളെല്ലാം അധികമായി ബോബി അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളായിട്ടാണ്. ആരെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളുമായി അഭിനന്ദനമൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ ബോബിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹമെന്ന ഈ ആശയത്തിലേക്ക് വരാനും അതിന് വെറുതെ വാക്കുകൊണ്ട് മാത്രമല്ല, ഓരോ ജ്വല്ലറിയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ 60% ഇങ്ങനെ ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും പറ്റുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാൻ ഇടയായി തീർന്നത്? ഇന്ന് ഭൂമിയിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്, സമാധാനം. എന്തുകൊണ്ട് കുറേ പേർക്ക് സന്തോഷമുണ്ട്, പലർക്കും സന്തോഷമില്ല? എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, വിജയം വരുമ്പോഴാണ് സന്തോഷം വരുന്നത്. അപ്പോൾ വിജയം എങ്ങനെ വരുന്നു എന്നതാണ് അടുത്ത ചോദ്യം. വിജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് സ്നേഹം, എൻ്റെ അനുഭവത്തിൽ നിന്ന്. കാരണം സ്നേഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശത്രുവാണ് ക്ഷമിക്കാത്ത അവസ്ഥ. അപ്പോൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്നു. അതേസമയം നമ്മുടെ ഹൃദയത്തിൽ കോപം നിറഞ്ഞിരിക്കെ ഉണ്ടാകുന്ന ഒരു ഫാക്ടർ, ആ കോപത്തിൻ്റെ ഫലമായി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനവും മനസ്സും ശരീരവും ബ്രെയിനിൻ്റെ ഒക്കെ പ്രവർത്തനം ഡിസോർഡർ ആവുകയും അങ്ങനെ നമ്മൾ ഒരു രോഗിയായി മാറുകയും മാത്രമല്ല ഈ ബുദ്ധിയുടെ പ്രവർത്തനം തന്നെ ഒന്ന് സ്ലോ ആയി കാണുന്ന ഒരവസ്ഥയാണ് ഞാൻ കാണുന്നത്. ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ അപകടകരമായൊരു വാക്കാണല്ലോ. കാരണം സ്നേഹം നമുക്ക് നിർവചിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു തന്നെക്കുറിച്ച് പറയുമ്പോൾ താൻ സത്യമാണെന്നാണ് പറയുക. ദൈവം സ്നേഹമാണെന്നൊക്കെ ബൈബിളിൽ പല ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ സ്നേഹം നിർവചിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ സ്നേഹമെന്ന് പറയുന്നത് തന്നെ വേണമെങ്കിൽ ബൈബിളിൻ്റെ കാഴ്ചപ്പാടി പാപമായിട്ട് മാറാൻ വേണമെങ്കിൽ, ഇപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പാപമായിട്ട് മാറി. അപ്പോൾ എന്താണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതാണ്. അപ്പോൾ ആ ഒരു ക്ഷമിച്ച സ്നേഹത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ വിജയിക്കുന്നതായിട്ട് കാണാം. കോപത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, മനസ്സും ശരീരവും ബുദ്ധിയുടെ പ്രവർത്തനവും ഒക്കെ ഡിസോർഡർ ആകുമ്പോൾ പരാജയത്തിലേക്ക് വരുന്നു. പിന്നെ സ്നേഹം എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളും അവിടെയുണ്ട്. തീർച്ചയായിട്ടും സ്നേഹത്തിന് ഒരു പാപമെന്നോ ഒരു മോശമായ അർത്ഥം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നമ്മുടെ മെൻറ്റാലിറ്റി എന്താണോ, ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം, അപ്പനോടുള്ള സ്നേഹം, ഫാദറിനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനോടുള്ള സ്നേഹം, അതൊക്കെ നമ്മുടെ മനസ്സിലൊരു കളങ്കമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹം ഇറ്റ് ഈസ് എൻഡ്ലെസ് ആൻഡ് വെരി പവർഫുൾ എന്നാണ് എൻ്റെ മുദ്രാവാക്യം. ഞാൻ എല്ലായിടത്തും പറയുന്നത് കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. എൻ്റെ അടുത്ത ഓട്ടം തന്നെ അമേരിക്കയിൽ 1000 കിലോമീറ്റർ ഓടാൻ പോകുന്നത് സ്റ്റോപ്പ് ദ വാർ, കോൺകർ ദ വേൾഡ് വിത്ത് ലവ്
ആൻഡ് കോൺകർ ദ വേൾഡ് വിത്ത് ലവ് ഓൺലി, നോട്ട് വിത്ത് വാർ, സ്റ്റോപ്പ് ദ വാർ എന്നാണ് പറഞ്ഞിട്ട്. ആരെങ്കിലും ഈ സ്നേഹത്തിന് ഒരു നിർവചനം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിർവചിക്കാൻ പോണത്? സാധു സേവനമെന്നോ ശത്രു എന്താണ് സ്നേഹത്തിന് ഒരു നിർവചനം? സ്നേഹം നിർവചിച്ച തീരാത്ത പവർഫുൾ ആൻഡ് എൻഡ്ലെസ് സബ്ജക്റ്റാണ്. എങ്കിലും എന്നെ സംബന്ധിച്ച് മദർ തെരേസയുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരിക്കലും വറ്റാത്ത സ്നേഹവും സമാധാനവും സന്തോഷവും ത്രൂ ചാരിറ്റി ആൻഡ് സർവീസിലൂടെയാണ് അവസാനമില്ലാത്ത മടുക്കാത്ത സ്നേഹം അനുഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചാരിറ്റിയിലേക്ക് കുറച്ച് ചാരിറ്റി ഹോമുകളൊക്കെ തുടങ്ങി അനാഥരെ എടുത്ത് പോറ്റുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഭവം മടുക്കാത്തൊരു സ്നേഹവും സന്തോഷവും എനിക്ക് അനുഭവം. അപ്പോൾ സ്നേഹത്തെ കാണുന്നത് പരസ്നേഹമായിട്ടാണ്. അത് പ്രത്യേകിച്ച് നമ്മളെക്കാൾ അവശരായ ആളുകളെ സഹായം അറിയിക്കുന്ന ആളുകളെ സഹായം ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെയാണ് സ്നേഹത്തെ നിർവചിക്കാനായി എനിക്ക് എൻ്റെ ഒരു അനുഭവം. മറ്റുള്ളവരെ കുറിച്ചും കൂടി ചിന്തിക്കുക, സ്വയം നമ്മുടെ കുടുംബം മാത്രം അത് വേണം, ഇമ്പോർട്ടൻസ് ആണ്. സാധിക്കുമെങ്കിൽ കുറച്ച് സമയമായാലും കുറച്ച് പൈസ ആയാലും ചെറുതായാലും മറ്റുള്ളവരെ കുറിച്ച് കൂടി നമ്മൾ 3 നേരം കഴിക്കുമ്പോൾ ഒന്നും കഴിക്കാത്തവന് ഒരു നേരമെങ്കിലും കൊടുക്കാനുള്ളൊരു ഒരു പ്രക്രിയയിൽ കൂടെ നമുക്ക് എന്തെന്നല്ലാത്ത ഒരു വികാരം അതിൽ നിന്ന് ഉടലെടുക്കുന്നുണ്ട്. അത് ഒരു ഹരമാണ്, അത് മടുക്കാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. മദർ തെരേസയെക്കുറിച്ച് ആവർത്തിച്ച് പറയാറുണ്ട്. മദർ തെരേസയെ വ്യക്തിപരമായി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, കൽക്കട്ടയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഏത് പുസ്തകമാണ് മദർ തെരേസയെക്കുറിച്ചുള്ള പുസ്തകമാണ്? ഞാൻ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വഴിത്തിരിവ് തന്നെ, ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പുസ്തകവും മുഴുവനായിട്ട് പഠിക്കണോ വായിച്ചിട്ടില്ല. കഷ്ടി കേട്ടെഴുതി ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് കഷ്ടിമുഷ്ടി ജയിച്ചു പോകുന്ന ഒരാളാണ്. എങ്കിൽ പോലും മദർ തെരേസയുടെ ഒരു പുസ്തകം വായിക്കാനൊരു പ്രേരണയുണ്ടായി. അതിൽ നിന്നാണ് എനിക്ക് അതുവരെ ഞാനൊരു അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്ന പൈസയും സമ്പത്തും ഗേൾ ഫ്രണ്ട്സും കള്ളും മറ്റുള്ള പരിപാടികൾ മാത്രമാണ് ജീവിതം, ദാറ്റ് ഈസ് ലൈഫ് എന്ന് വിചാരിച്ചതിൻ്റെ ഒരു പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് മദർ തെരേസയിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷനാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. എന്തായിരുന്നു ആ ഇൻസ്പിറേഷൻ? മദർ തെരേസ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യങ്ങളാണോ, അല്ലെങ്കിൽ മദർ തെരേസയുടെ ജീവിതത്തിൻ്റെ ആകമാനമുള്ള സന്ദേശമാണ്? മദർ തെരേസയുടെ ജീവിതത്തിൻ്റെ ആകമാനമുള്ള സന്ദേശവും അതിൽ നിന്നൊക്കെ പഠിച്ചു വരുമ്പോൾ മനുഷ്യരെന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൽ സമ്പത്താണെന്നും അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളാണെന്നൊക്കെയാണ്. എങ്കിൽ അതൊക്കെ വിട്ട് അതിൻ്റെ അപ്പുറത്തേക്കും ഉള്ള ഒരു അവസ്ഥയും ആനന്ദത്തിൻ്റെ ഒരു അവസ്ഥ സ്നേഹമാണ്. ആ സ്നേഹം ചാരിറ്റി ആൻഡ് സർവീസ്, പാവങ്ങളോട് കരുണ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി കുറച്ച് സർവീസ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ധൈര്യവും ഒരു ടേണിംഗ് പോയിൻറ്റും അതായിരുന്നു. പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളം മടുപ്പുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി, മടുത്തു, ചെയ്തു നോക്കി, അത് ശരിയല്ലെന്ന് തോന്നി. അത് ബൈബിളിൽ നമ്മൾ സോളമനെക്കുറിച്ച് വായിക്കുമ്പോൾ അത് തന്നെ ബൈബിൾ പറയുന്നുണ്ട്. സോളമൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, സന്തോഷത്തിന് വേണ്ടി ചെയ്തു നോക്കി, അവസാനം അതൊക്കെ എഴുതുന്നുണ്ട് എല്ലാം മിഥ്യയാണ്, അതിനകത്തൊന്നും എനിക്ക് അർത്ഥം കണ്ടെത്താനായിട്ട് പറ്റിയില്ല, എനിക്ക് ഒത്തിരി സമ്പത്തുണ്ടാക്കാനായിട്ട് പറ്റി, അതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നിയില്ല. എന്താണ് ഈ മടുപ്പ് തോന്നാനുള്ള കാരണം എന്താണ്? അതൊക്കെ ഇത് നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റഡ് ആണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് തോന്നിയത് സന്തോഷമെന്ന് പറഞ്ഞാൽ ആദ്യം സിഗരറ്റ് വലിക്കണേലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മടുത്തു. പിന്നെ കള്ളു കുടിച്ചു നോക്കി, അപ്പോൾ താൽക്കാലിക സുഖമുണ്ട്, പക്ഷെ അതിനൊരു റിവേഴ്സ് എഫക്റ്റാണ് കുറച്ച് കഴിയുമ്പോൾ, ഒരു നിത്യ ആനന്ദം കിട്ടുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അപ്പോൾ അത് നോക്കി, അതിൻ്റേതായ സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു ലൈഫ് ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്ത് ദീസ് ഓൾ മെറ്റീരിയൽ തിങ്സ് എന്നാണ്. അങ്ങനെ ഇരിക്കെ അമ്മ പറഞ്ഞു, മോനെ കല്യാണമൊക്കെ കഴിച്ചാൽ ശരിയാവും പിള്ളേരൊക്കെ ആവുമ്പോൾ. അപ്പോൾ കല്യാണം കഴിച്ച് ഒരു ഭാര്യയും മകളൊക്കെ ഉണ്ട്, അതിനൊക്കെ അതിൻ്റെ സുഖമുണ്ടെങ്കിലും ആ ഒരു നിരാശ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു കാരണങ്ങളില്ലാതെ. എനിക്കാന്ന് വെച്ചാൽ ഒരു കുറവില്ല, സമ്പത്തുണ്ട്, സ്കൂളിൽ നിന്ന് തൊട്ടിട്ട് കാറും സ്പോർട്സ് കാറുകൾ, ഹെലികോപ്റ്റർ, റോൾസ് റോയ്സ്, ഇനി അങ്ങനെയല്ല ഇപ്പോൾ വേൾഡ് റെക്കോർഡ് 812, ആഗ്രഹിച്ചതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. എങ്കിലും ലൈഫ് ഈസ് നോട്ട് കംപ്ലീറ്റ്. ഒരു നിരാശ. കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 100% മനുഷ്യനല്ലേ ആയിട്ടില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ അവസ്ഥയിൽ നിന്നൊക്കെ
അതിനൊക്കെ അതിൻ്റേതായ സുഖങ്ങളുണ്ട്, അതൊന്നും വേണ്ടാന്നല്ല എൻ്റെ അർത്ഥം. എങ്കിലും അതിൽ മാത്രമായിട്ട് ജീവിതമല്ല, അതിനേക്കാൾ സുഖകരമായ ഒരവസ്ഥയും കൂടെ എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു മദർ തെരേസയിൽ കൂടെ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായ ഒരു അനുഭവം. പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിലും പണമല്ല എൻ്റെ ലക്ഷ്യം. പണം എനിക്ക് ആവശ്യമാണ്, പക്ഷേ പണമല്ല എൻ്റെ ലക്ഷ്യം. കാരണം പണം കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിതത്തിൽ അയാൾ ആഗ്രഹിക്കുന്ന, അയാൾ ശരിക്കും ലക്ഷ്യം വെക്കേണ്ട സമാധാനം കിട്ടുന്നില്ല. ബിസിനസ്സുകാരുമായിട്ട് ധാരാളം ബന്ധം ഉണ്ടാകുമല്ലോ, പ്രത്യേകിച്ച്. അപ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഇവർ ഞാനിപ്പോഴായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർക്ക് എത്താനോ ചിന്തിക്കാനോ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു ചിന്ത തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് നല്ലവർ ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട്, ഞാൻ മാത്രമല്ല. എങ്കിലും പലർക്കും ദൈവമേ ഈ ഭാഗ്യം, ഈ അറിവ് ലഭിക്കട്ടെ, ഈ ഒരു ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം അതാണ് അതിൻ്റെ അവസാനം എന്ന് ചിന്തിക്കുന്നവർക്ക്. മാത്രമല്ല, സമ്പത്തിനെ കുറിച്ചൊക്കെ ഞാനും വളരെ അത്യാഗ്രഹിയൊക്കെ തന്നെയായിരുന്നു, ബിസിനസ് വെട്ടിപ്പിടിക്കണം അതൊക്കെ. പക്ഷേ ഇപ്പോൾ ബിസിനസ് സെക്കൻഡറി ആയി. പക്ഷേ സമ്പത്ത് വേണം. കാരണം ഇപ്പം ഞാൻ ഈ ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്നത് സംഭാവനകൾ ഇന്ന് വരെ ഒന്നും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്തേ മതിയാകൂ. എങ്കിലും മണി ഇറ്റ്സ് സെക്കൻഡറി. കാരണം എനിക്ക് മനസ്സിലായ വലിയൊരു സത്യം, നമ്മൾ ജനിച്ചപ്പോൾ വെറും കൈയോടെ വന്നു, പോകുമ്പോഴും വെറും കൈയോടെ പോകുന്നു. സമ്പത്ത് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു കാഷ്യറാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റോഡിയനാണ്. പോകാൻ നേരത്ത് മരണസമയത്ത് കാശ് പെട്ടിയിൽ വെച്ച് പൂട്ടുന്നു, നമ്മളെ മറ്റൊരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. അതിനുശേഷം നമുക്കൊന്നും തന്നെ അറിയില്ല. അപ്പോൾ ആവശ്യത്തിന് വേണം, പക്ഷെ അതിന് വിട്ടൊരു അത്യാഗ്രഹമായി സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നത് ഒരു ഫൂളിഷ്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നും നമ്മുടെ അല്ലല്ലോ ഇതൊന്നും പറയാനായിട്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമ്മൾ ജനിക്കുമ്പോൾ പ്രകൃതി, കൃഷി, സമ്പത്തൊക്കെ ഉള്ളതാണ്. നമ്മളായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ കഴിവേ അല്ല. എന്നതുകൊണ്ട് തന്നെ ആ ഒരു അറിവ് തീർച്ചയായിട്ടും മനുഷ്യനെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകം കൂടിയാണ് എന്നാണ്. പിന്നെ പറയാറുള്ള ഒരു സന്ദേശം, മിക്കവാറും ബോയ് പറയുന്ന സന്ദേശങ്ങൾ ബൈബിളിൻ്റെ പേര് പറയുന്നില്ല എങ്കിലും ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി മിക്കവാറും ബൈബിളിലെ ആശയങ്ങൾ തന്നെയാണ് എല്ലാം പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പൗലോസ് പറയാറുണ്ട്, ദൈവത്തിൻ്റെ ദാനമല്ലാതായിട്ടൊന്നും ഇല്ല. ഇങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ദാനം ആണ് എന്നൊരു ചിന്ത, അത് ധാരാളം പേർക്ക് ഒത്തിരി സമാധാനം തരുന്നൊരു ചിന്തയാണ്. ബൈബിളിൽ ഭയപ്പെടേണ്ട എന്നുള്ള ചിന്ത പറയുന്നുണ്ട്. കാരണം ദൈവം എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നൊരു ചിന്ത, അത് സ്വാഭാവികമായിട്ട് വന്നതാണോ അല്ലെങ്കിൽ അത് ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളിലൂടെ കടന്ന് വന്നൊരു ചിന്തയാണ്? അത് തീർച്ചയായിട്ടും ദൈവം തരുന്ന ഒരു അറിവാണ്, ദാനമാണ് വിശ്വാസം. ഞാൻ തികഞ്ഞ ഒരു ദൈവവിശ്വാസിയാണ്. എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി ദൈവം തന്ന അറിവ് ഇങ്ങനെയാണ്: നിനക്ക് ഞാൻ കണ്ണുകൾ തന്നു കാണുവാൻ, നീ നോക്കിയാൽ കാണാം എൻ്റെ സൃഷ്ടി, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, അമാനുഷികമായ അത്ഭുതങ്ങളാണ് ഈ കണ്ണുകൊണ്ട് തന്നെ കാണുന്നത്. എന്തിന് സംശയിക്കണം? മനുഷ്യനെ കൊണ്ട് സാധ്യമാണോ? അല്ല. ഞാൻ നിനക്ക് ചിന്താശക്തി തന്നിരിക്കുന്നു ചിന്തിക്കുവാൻ. അപ്പോൾ അത് വെച്ച് തന്നെ നമ്മൾ റിസർച്ച് നടത്തി നോക്കുമ്പോൾ സൃഷ്ടി അതിഭയങ്കരം. ഇത് എന്നുണ്ടായി എന്ന് അവസാനിക്കുമൊന്നും നമുക്കറിയില്ല. എന്നതുകൊണ്ട് തന്നെ ഈ ശക്തിയെ നമുക്ക് ദൈവം GOD എന്നോ ABCD എന്ത് തന്നെ ഏത് ജാതിയിലും മതത്തിൽ എങ്ങനെ വിളിച്ചാലും അതൊരു ശക്തിയാണ്, നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും പേടിക്കേണ്ടതില്ല. ദൈവം ലക്ഷ്യമുള്ളവനാണ്. ഈ സൃഷ്ടിയിലൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു കയറ്റ ഇറക്കം. നമ്മൾ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. ജനിച്ചാൽ മരിക്കുമെന്നും, അല്ലെങ്കിൽ ഒരു രാത്രിയുണ്ടെങ്കിൽ ഒരു പകലുണ്ടെന്നും, തീയുണ്ടെങ്കിൽ പുകയുണ്ടെന്നും, ദുഃഖമുണ്ടെങ്കിൽ സന്തോഷമുണ്ടെന്നും എല്ലാം ഒരു ഏറ്റക്കുറച്ചിലുകളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മരണശേഷവും ഒട്ടും തന്നെ പേടിക്കാനില്ല എന്നുള്ളതാണ് എൻ്റെ പഠനത്തിൽ മനസ്സിലായത്. ജീവിച്ചിരിക്കുന്നേക്കാൾ വളരെ സന്തോഷകരമായ ഒരവസ്ഥയായിരിക്കും മരണശേഷം. കാരണം അല്ലെങ്കിൽ ദൈവം ലക്ഷ്യമില്ലാത്തവനാകണം. ദൈവം നല്ലവനും ലക്ഷ്യമുള്ളവനായാൽ
തീർച്ചയായിട്ടും മരണത്തെ പോലും പേടിക്കേണ്ടതില്ല, വേദനകളെ പേടിക്കേണ്ടതില്ല, ഇന്നത്തെ വിഷമങ്ങളെ പേടിക്കേണ്ടതില്ല. ഇതൊക്കെ വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരറിവും ആ ഒരു അക്സെപ്റ്റിംഗ് മെൻറ്റാലിറ്റി നമ്മളിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ശരിയായ അറിവിലൂടെ ഒരു അക്സെപ്റ്റിംഗ് മെൻറ്റാലിറ്റി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ വരുന്ന വേദനകളും വിഷമങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഉള്ളതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ആ ഒരു അറിവിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഈ ക്രിസ്തുമതം ദൈവത്തെ കണക്കാക്കുന്ന ഒരു ശക്തിയായിട്ടല്ല, ഒരു വ്യക്തിയായിട്ടാണ്. നാം ഓരോരുത്തരും വ്യക്തിയാണ്, ദൈവം ആദ്യ വ്യക്തി. നമുക്ക് ദൈവത്തെ പോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട്, സ്നേഹിക്കാൻ കഴിവുള്ള, തീരുമാനമെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ദൈവം. നമ്മളും അതുപോലെ തന്നെ സ്നേഹിക്കാനും തീരുമാനമെടുക്കാനൊക്കെ കഴിവുള്ള വ്യക്തിയാണ് നമ്മളും. അപ്പോൾ ക്രിസ്തുമതം ദൈവത്തെ ഒരു ശക്തി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ബോബി പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷ്യത്തോടുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ദൈവം. ബോബി പലപ്പോഴും ചില ദുഃഖിക്കുന്ന ആളുകൾക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. ഒരിക്കലൊരു മരണ വീട്ടിൽ ചെന്ന അവസരത്തിൽ ഒരു ഭാര്യ വളരെയേറെ ദുഃഖിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ തോന്നി ആ ഭാര്യയോട് കുറച്ച് നേരം ഒന്ന് വ്യക്തിപരമായി സംസാരിക്കണമെന്ന് തോന്നിയ കാര്യവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തതയുള്ള കാഴ്ചപ്പാട് തരുന്ന മതങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ക്രിസ്തുമതമാണ്. മരണാനന്തരമുള്ള പോസിബിലിറ്റികളെക്കുറിച്ചൊക്കെ പറയും. മറ്റ് മതങ്ങൾ, ചില മതങ്ങൾ അത്ര വ്യക്തതയിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആ സ്ത്രീയെ അങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അവർക്ക് തന്നെ ഭയങ്കരമായൊരു ഊർജ്ജവും ഉന്മേഷമൊക്കെ നൽകാനായിട്ട് പറ്റി. എന്താ അങ്ങനെ തോന്നാനുള്ള കാരണവും? അതൊരു കരുണ തോന്നിയാലാണല്ലോ ആ സ്ത്രീയോട്. നമുക്ക് ചില ആശയങ്ങൾ അറിയണമെങ്കിലും പറഞ്ഞു കൊടുക്കണം തോന്നണമെങ്കിൽ നമുക്കൊരു ഹൃദയ അനുകമ്പ തോന്നണം. അങ്ങനെ തോന്നാനുള്ള കാരണവും എന്താണ് അവരോട് പറഞ്ഞു കൊടുത്തതും? ഈ തോന്നുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കഴിവായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ നിമിഷവും നമുക്കോ തരുന്ന ആയസ്, നമ്മൾ ജനിച്ചു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമുക്കറിയില്ല, മരണം എപ്പോൾ എവിടെ വെച്ച് നമുക്കറിയില്ല, നമ്മൾ എന്ത് ചെയ്യും അടുത്ത നിമിഷം എന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് ദൈവം തരുന്ന കമാൻഡ്, ബ്രെയിനിൽ നിന്ന് കമാൻഡ് കിട്ടുന്ന കമാൻഡ് അനുസരിച്ചാണ് ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എനി ആക്ഷൻസ്. അപ്പോൾ എനിക്ക് അവിടെ ദൈവം തന്ന ഒരു തോന്നലാണ്, എൻ്റെ കഴിവല്ല. ഈ സ്ത്രീ കരച്ചിൽ നിർത്തുന്നില്ല, ഭർത്താവ് മരിച്ചു കിടക്കുന്നു. ഞാൻ പറഞ്ഞു എന്തിനു കരയണം, ഭർത്താവ് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെ അത് അറിയാം, നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഞാൻ പറഞ്ഞു എനിക്കറിയാം. കാരണം ഈ സൃഷ്ടിയും ആക്ഷനും റിയാക്ഷനും ലക്ഷ്യമൊക്കെ വെച്ചിട്ട് ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് SMS അയച്ചിട്ടോ ഇമെയിൽ അയച്ചിട്ടോ ഒന്നുമല്ല ഞാൻ അറിഞ്ഞത്. എനിക്ക് തീർച്ചയായും ബോധ്യം ദൈവം തന്നിട്ടുണ്ട് അറിവിൽ കൂടെ. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭർത്താവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഭാര്യയെ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് കെട്ടിയെടുക്കണമേ എന്നാണ് ഭർത്താവ് കരയുന്നത്. ഭാര്യ കരയുന്നത് തിരിച്ച് ഈ നരകത്തിലേക്ക് ഭർത്താവിനെ കൊണ്ടുവരാനാണ്. പുള്ളി ഇങ്ങോട്ട് വരുമോ? ഇത്രയും കാലം ഇവിടെ അനുഭവിച്ചതല്ലേ. അതുകൊണ്ട് ഒക്കെ മനസ്സിലായപ്പോൾ ഭാര്യ പറഞ്ഞു എന്നാൽ എനിക്ക് അങ്ങോട്ട് പോയാൽ മതി, അദ്ദേഹം ഇങ്ങോട്ട് വരണ്ടെന്നായി. അപ്പം ഞാൻ പറഞ്ഞു അതും ദൈവത്തിൻ്റെ തീരുമാനമാണ്, സമയമാവുമ്പോഴേ വിസയും പാസ്പോർട്ടൊക്കെ കിട്ടുകയുള്ളൂ, പ്രാർത്ഥിക്കുക കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയാൻ തോന്നിച്ചതും അറിവ് തരാനും ആ സ്ത്രീക്കുള്ള ഒരു ധൈര്യം കിട്ടുവാനും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിക്കുന്നത് നമുക്കുള്ള സ്നേഹം അറിവ് ഷെയർ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചാലും സംസാരിച്ചാലും ഞാൻ പച്ചയായ മനുഷ്യനാണ്, കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മറ്റുള്ളവരൊക്കെ പോലെയൊക്കെ തന്നെയാണ്. എങ്കിലും ദൈവം തരുന്ന ആ അറിവ് കൊണ്ട് കുറച്ചൊക്കെ നമുക്കതിനെ അതിജീവിക്കാനുള്ള ഒരു അറിവിൽ കൂടെയുള്ള ഒരു ധൈര്യവും ഒരു എക്സസൈസ്, ഒരു പ്രാക്ടീസ്, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ തന്നിട്ടുണ്ട് പല കഴിവുകളും മറക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും. അതൊക്കെ അറിവിൽ കൂടെ നമ്മൾ പ്രത്യേകിച്ച് ഞാനിവിടെയൊക്കെ ഒരു പല പ്രാവശ്യം ധ്യാനം കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ ഉള്ള കൗൺസിലിങ്ങും ധ്യാനത്തിലൊക്കെ ഒരുപാട് അറിവ് ലഭിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവ്, ക്ഷമ, സ്നേഹം, ഇതിൽ കൂടെയൊക്കെ നമുക്ക് പലതും അതിജീവിച്ച് സ്നേഹത്തിലെത്താനുള്ള പല അറിവുകൾ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് ആദ്യമേ എനിക്ക് ലഭിച്ചിട്ടുള്ള അച്ഛന്മാരിൽ നിന്നൊക്കെ തന്നെയാണ്. ആ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് അതിനൊരു ഉപകാരമായി തീരാൻ വേണ്ടി എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ഒന്നുമില്ല. മറ്റൊരു ആശയം ഞാൻ ശ്രദ്ധിച്ചത്,
എല്ലാവരും സമാധാനത്തിലായിരിക്കണമെന്നുള്ളൊരു ആശയം, എല്ലാവരോടും സ്നേഹത്തിലാകണമെന്നുള്ളൊരു ആശയം, ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുന്ന മനുഷ്യനാണ് ഒരു ജെൻറ്റിൽ മാൻ എന്നൊരാശയം പലപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്. അത് ബൈബിളിലെ ഒരു ആശയം തന്നെയാണത്. തീർച്ചയായിട്ടും നമ്മൾ ക്ഷമിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ 1,00,000 രൂപ കിട്ടാനായിരിക്കും, അത് തരാൻ മാർഗം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല ആ 1,00,000-ൻ്റെ നഷ്ടം. പക്ഷേ ക്ഷമിച്ചു കഴിയുമ്പോൾ ആ 1,00,000-നേക്കാൾ കൂടുതൽ 1,00,00,000 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്കറിയാം. ക്ഷമിച്ച് കഴിയുമ്പോൾ, അത് പഠിച്ചു കഴിയുമ്പോൾ. അതുവരെ അത് സാധ്യമല്ല എന്നതാണ് എനിക്ക് മനസ്സിലായത്. ഈ ബിസിനസ്സാകുമ്പോൾ അങ്ങനെ ക്ഷമിക്കുക എന്നുള്ളതിനൊരു ബിസിനസ് സ്ഥലവും കൂടി ഇല്ല അതിനകത്ത്. ബാങ്കിങ് കൊണ്ട് പല ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ കടം വാങ്ങിച്ചുകൊണ്ട് പോകും. എനിക്കറിഞ്ഞുകൂടാ, നമ്മുടെ സ്വർണ്ണക്കടകളിൽ ചിലപ്പോൾ കടത്തിൻ്റെ പ്രശ്നം വരുന്നില്ലായിരിക്കും, കടം വാങ്ങിച്ചുകൊണ്ട് പോയെന്നിരിക്കും. അല്ലെങ്കിൽ ഏതാണ്ട് കുറേ വേറെ സെൽഫ് ഫിനാൻസിങ് പോലെയുള്ള ബാങ്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്ക് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഞാൻ 1,00,000-ൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ആ ഉദാഹരണത്തിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ അത് പലപ്പോഴും അത്ര എളുപ്പമല്ല. പലതും ഇപ്പോൾ കുറേ കേസുകളൊക്കെ നടക്കുന്നുണ്ട്. ബാങ്കിങ്, എനിക്ക് 115 സ്ഥാപനങ്ങളുണ്ട് NBFC, അണ്ടർ റിസർവ് ബാങ്കിൻ്റെ ഇതിൽ. അപ്പോൾ പല കേസുകളും നടക്കുന്നുണ്ടെങ്കിലും ചിലതൊക്കെ ആ വ്യക്തികളെ പഠിച്ച് നിർവാഹം ഇല്ലാതെയാണെങ്കിൽ സെറ്റിൽ ചെയ്ത് വിടാറുണ്ട്. ഇപ്പോൾ അടുത്ത് വലിയൊരു സംഭവം ഉണ്ടായത്, തിരൂർ ഞങ്ങളുടെ ജ്വല്ലറി സ്ഥാപനത്തിൽ 4,00,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിയ വ്യക്തി പൈസ അടയ്ക്കാതെ ആയപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്രോൾ കൊണ്ടുവന്ന് ദേഹത്തൊഴിച്ച് കൊളുത്തി ആത്മഹത്യ ചെയ്തു. അത് പെട്രോൾ ഒഴിച്ച് പേടിപ്പിക്കാൻ നോക്കിയതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് അറിയില്ല. അവിടെ AC-യുടെ കാറ്റടിക്കുന്നതുകൊണ്ട് തീ കത്തിച്ചപ്പോൾ പെട്രോളല്ലേ കത്തിപ്പിടിച്ചതായിരിക്കാം. എനിവേ, അത് നിർവാഹമില്ലാത്ത ഒരാളാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമ്മൾ നോക്കി സെറ്റിൽ ചെയ്യും, കഴിവുള്ള ഒരാളാണ്. എങ്കിലും ഞാൻ 4,00,000 രൂപ ഉപേക്ഷിച്ചു. മാത്രമല്ല ആ കുടുംബത്തിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ തന്നെ. കാരണം അതിൽ കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടായി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു മനുഷ്യജീവൻ. പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്കിതൊന്നും അറിയില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ചിലതൊക്കെ ഒഴിവാക്കി വിടാറുണ്ട് പലതും. അതിനായിട്ടൊരു അക്കൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് സെറ്റിൽ ചെയ്യാനായിട്ട്. എങ്കിലും 100% നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കുറേയൊക്കെ നമ്മുടെ അറിവ് കൊണ്ട് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, സാധ്യമായിട്ടിരിക്കുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നും ബിസിനസ്സും സ്നേഹവും ഒത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ